കേപ്പ് ബ്രിട്ടനിലെ വെസ്റ്റ് കോസ്റ്റ് ക്യാപിറ്റലിൻ്റെ ഭാഗമാണ് ചെട്ടിക്യാമ്പ്. 3000 ജനങ്ങൾ മാത്രമാണ് 30 കിലോമീറ്റർ വിസ്തൃതിയുള്ള ചെട്ടിക്യാമ്പിൻ്റെ ജനസാന്ദ്രത. ഗൾഫ് ഓഫ് സെയിന്റ് ലോറൻസിനെയാണ് ചെട്ടിക്യാമ്പ് അഭിമുഖീകരിക്കുന്നത്. വഴിയിലുടനീളം ഫ്രഞ്ച് ബോർഡുകൾ കാണാം. അതേപോലെ തന്നെ ആർത്തിരുമ്പുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ഇരമ്പലുകളും. മാരിടൈം റീജിയനിലെ ഫിഷറി ട്രേഡറായിരുന്ന ചാൾസ് റോബിൻ ആണ് 1700-കളിൽ ചെട്ടിക്യാമ്പ് കണ്ടെത്തുന്നത്. പിന്നീട് ഇവിടെ ഒരു ഫിഷ് ഫാക്ടറി തുടങ്ങുകയും അതിൻ്റെ നടത്തിപ്പിനായി ഫ്രാൻസിൽ നിന്ന് അക്കാഡിയൻസിൻ്റെ കൊണ്ടുവരികയും ചെയ്തു. 1782 കൂടിയാണ് ചെട്ടിക്യാമ്പിൽ അക്കാഡിയൻസ് സ്ഥിരതാമസം ആക്കി തുടങ്ങുന്നത്. അങ്ങനെ 300ഓളം വർഷങ്ങൾ നീണ്ട ചരിത്രമാണ് ഈ ഗ്രാമത്തിനുള്ളത്. പാരീസ് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്. ചെട്ടിക്യാമ്പ് ഹാർബറിൻ്റെ മുൻപിലായി സ്ഥിതി ചെയ്യുന്ന കല്ലിൽ തീർത്ത ഒരു നിർമ്മിതിയാണ് ഈ പള്ളി. പൊതുവെ നോവാസ്കോഷ്യ ഒരു ഫ്രഞ്ച് കോളനി അല്ലെങ്കിലും ഈ ഐലൻഡ് ഒരു ഫ്രഞ്ച് കോളനിയാണ്. 3000 ആളുകൾ താമസിക്കുന്ന ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഫ്രഞ്ചിലാണ്. 1800-കളുടെ അവസാനത്തിൽ പണിതീർത്ത ഈ പള്ളി ക്യൂബക് ആർക്കിടെക്ചറിനോടും എക്ലസിയാസ്റ്റിക്കൽ ആർക്കിടെക്ചറിനോടും നീതി പുലർത്തുന്ന ഒന്നായി നിലകൊള്ളുന്നു. ക്യൂബക്കിന് പുറത്ത് ആ ശൈലിയിൽ നിർമ്മിച്ച പള്ളികളിലൊന്നാണിത്. ഈ പള്ളിയുടെ അൾത്താരയും മേൽക്കൂരയുടെ ഇൻറ്റീരിയറിലെ ഓരോ സ്റ്റൈലുകളും ക്യൂബക് നിർമ്മാണ രീതിയെ എടുത്തു കാട്ടുന്നു. വാൾട്ടും സീലിങ്ങും ഡെക്കറേഷനും ഒക്കെ പ്ലാസ്റ്ററിലാണ് ചെയ്തിരിക്കുന്നത്, ഒപ്പം സ്വർണവും. സാൻഡ്സ്റ്റോണിൽ തീർത്ത പള്ളികൾ വളരെ കുറവാണ് എന്നുള്ളതും ഈ പള്ളിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചെട്ടിക്യാമ്പ് എന്ന ഫിഷർമാൻ വില്ലേജിലെ ഒരു പ്രധാന സവിശേഷതയാണ് ഈ ദേവാലയം. മുനിസിപ്പാലിറ്റി ഓഫ് കൺട്രി ഓഫ് ഇൻവോണസിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ പള്ളി. ചെട്ടിക്യാമ്പിനെ പിന്നിലാക്കി കാർ നീങ്ങുകയാണ്. ഫോൾ സീസണിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ചിത്രകാരനെ പോലെ ഓരോ മരവും സ്വയം ഇലകൾക്ക് നിറം ചാർത്തുന്നു. ഈ ഫ്രെയിമിലൊക്കെ ഒരു ഫോട്ടോ എടുത്താൽ ബാക്ക്ഗ്രൗണ്ട് വാട്ടർ കളർ ചെയ്തതാണെന്നേ തോന്നും. 2.5 വർഷം ജീവിച്ച BC-യിലെ ട്രെയിനിലേക്ക് പോകുന്ന വഴിയിലും ഇത്തരം ഒരു കാഴ്ചയിൽ ഞാൻ കണ്ണുടക്കി നിന്നിട്ടുണ്ട്. ആസ്വാദനം മനുഷ്യർ തമ്മിലല്ല, പ്രകൃതിയോട് ചേർന്നാണ് എന്നാണ് കാണ്ടപ്പള്ളിയിലെ ഞങ്ങളുടെ ജോൺ സാർ പറയാറ്. അതൊക്കെ സത്യമാണ് എന്ന് ഇത്തരം യാത്രകളാണ് സാക്ഷ്യം പറയുന്നത്. ചെട്ടിക്യാമ്പിൽ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ സ്കൈലൈൻ ട്രയൽസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രയൽസിലേക്ക് വന്നിരിക്കുകയാണ്. വോക്കിംഗ് ട്രയൽസ് ആണ്, അപ്പോൾ നമുക്ക് ഫുള്ള് നടന്ന് കാണാവുന്നതാണ്. അപ്പം അത് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് മല മുഴുവൻ കോട കയറിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ്, ഒരു സ്പ്രിംഗ്ലിംഗ് ഫീലാണ്. നമ്മളിപ്പം ഈ സ്കൈലൈൻ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറേ പേര് വേറെ കൂടെയുണ്ട് നമ്മുടെ കൂടെ തന്നെ. ബ്രിട്ടൻ ഹൈലാൻഡ് നാഷണൽ പാർക്കിലെ 7 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹൈക്കിംഗ് ട്രയലിലാണ് സ്കൈലൈൻ ട്രെയിൽ. സമുദ്രനിരപ്പിൽ നിന്നും 1493 അടിയാണ് ഇതിൻ്റെ ഉയരം. ലോകത്ത് മറ്റൊരിടത്തുമില്ലാത്ത നിരവധി സ്പീഷീസുകളിലുള്ള ചെറിയ സസ്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഒപ്പം തന്നെ ചെന്നായ്ക്കളുടെയും മൂസിൻ്റെയും ശല്യം നേരിടുന്ന ഒരു ട്രയൽ കൂടിയാണിത്. മുന്നോട്ട് പോകുന്തോറും മൂടൽമഞ്ഞിന് കടുപ്പമേറി വരികയാണ്. കടലും മലകളും നിറഞ്ഞ സുന്ദര ദൃശ്യം ഇന്നെന്തായാലും പകർത്താൻ കഴിയില്ല. വെയിലിൻ്റെ സൗന്ദര്യം പോലെ ഈ കോടമഞ്ഞിനും സൗന്ദര്യമുണ്ടെങ്കിലോ അത് പകർത്താനായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സസ്യജീവി വർഗത്തിൻ്റെ ആവാസ വ്യവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇടവഴിയിലൂടെ അല്ലാതെ നടക്കുവാൻ അനുവാദമില്ല. മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി വലിയ ഗേറ്റുകളും കമ്പി വേലികളുമാണ് ഇവിടെയുള്ളത്. മൂസുകൾ ഇതിനുള്ളിലാണ്. പുറത്തു പോകാതിരിക്കാൻ ഗേറ്റ് അടച്ചിട്ട് വേണം മുന്നിലേക്ക് പോകാൻ. നടന്ന് നീങ്ങുന്തോറും ആർത്തിരുമ്പുന്ന കടലിനെ കേൾക്കാം. പലകയിൽ തീർത്ത വഴികൾ.
ചെട്ടി ക്യാമ്പിലെ ഒരു പഴയ പബ്ബാണിത്. ഐസ് ഹോക്കി പ്ലെയർ ആയിരുന്നു ഇതിൻ്റെ മുതലാളി. അതുകൊണ്ട് ഇങ്ങനെയൊരു തീമിൽ ഈ റെസ്റ്റോറൻറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കൂട്ടർ മദ്യത്തിൻ്റെ ലഹരിയിലിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ സംഗീതത്തിൽ ചുവടുവെക്കുന്നു. പത്തോളം വൃദ്ധദമ്പതിമാരായിരുന്നു ഇന്നിവിടെ ചുവട് വെച്ചത്. പ്രൈവസിയുടെ പ്രശ്നമുള്ളതിനാൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കൂട്ടുകാർ ബെയറിനെ വട്ടം ചുറ്റിയപ്പോൾ കിച്ചൺ ക്ലോസായി എന്ന് മനസ്സിലായി. പിന്നെ കോട്ടേജിലേക്ക് മടങ്ങി. ചിക്കൻ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒരു വശത്തെ നൈറ്റ് ഫയറിന് വേണ്ടിയിട്ടുള്ള തീ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിത്തിരി സംഗീതവും. അപ്പോൾ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ ബൈ.